ശ്രീ രാഹുൽ ഈശ്വർ, സമാനമായൊരു വീഡിയോ ഇപ്പോഴും സോഷ്യൽ മീഡിയയിൽ കിടന്ന് കറങ്ങുന്നുണ്ട്. അത് ഏതോ ഒരു KSRTC ബസ്സാണെന്ന് തോന്നുന്നു. ആ ബസ്സിൽ വലിയ തിരക്കുള്ള ബസ്സാണ്. ആ ബസ്സിൽ ഒരു പെൺകുട്ടി ഇരിക്കുന്നുണ്ട്. അതിനിപ്പുറം ഒരു പയ്യൻ വിദ്യാർത്ഥി എന്ന് പറഞ്ഞൊരു പയ്യൻ ഇരിപ്പുണ്ട്. 3 പേർ ഇരിക്കാവുന്ന സീറ്റിൽ നടുക്കിരിക്കലാണ്. ഈ പെൺകുട്ടി ഇങ്ങനെ ഈ വീഡിയോ എടുത്തു വെച്ച് ഈ പയ്യൻ എന്തൊക്കെയോ ചെയ്തു എന്ന് പറഞ്ഞ് എന്ന് ധ്വനിപ്പിക്കുന്ന ഒരു വീഡിയോ എടുത്തിടുന്നത് ഇപ്പോഴും കിടന്ന് കറങ്ങുന്നുണ്ട്. ഈ ബസ്സിൽ എല്ലാ സ്ത്രീകളും സുരക്ഷിതരാണ് എന്നൊരു നിലപാട് ആർക്കുമില്ല. ബസ്സിൽ സ്ത്രീകൾ അതിക്രമം നേരിടുന്നുണ്ട്. അങ്ങനെ അതിക്രമം നേരിടുന്നതിനെ ഇത്തരത്തിൽ എന്താണ് പാതി വെന്തതും അല്ലെങ്കിൽ പാതി സത്യവും അല്ലെങ്കിൽ സ്ലോ മോഷനോ കാണിച്ചു കഴിഞ്ഞാൽ ഏത് പരാതി എങ്ങനെ വിശ്വസിക്കും രാഹുൽ? അവിടെയാണ് ആദ്യം തന്നെ ദീപക്കിന് ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. ദീപക്കിന്റെ അച്ഛനും അമ്മയ്ക്കും അസ്കർ അലിയെ പോലുള്ള സുഹൃത്തുക്കൾക്കും ഞാൻ മാധ്യമങ്ങളിൽ അദ്ദേഹത്തിന്റെ പ്രതികരണം കണ്ടിരുന്നു. ശരിക്കും പറഞ്ഞാൽ വളരെ വിഷമവും വേദനയും തോന്നി. ദീപക്കിന്റെ അമ്മയ്ക്കും അച്ഛനൊക്കെ ഉണ്ടാകുന്ന വേദന ചിന്തിച്ചാൽ പോലും പറ്റുന്നില്ല. കാര്യം എനിക്ക് 2 ആൺമക്കളാണുള്ളത്. അപ്പൊ അതിന്റെ പേടിയും ഭയവും ഭയങ്കരമായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങളാൽ കഴിയുന്ന പിന്തുണയും സപ്പോർട്ടും ദീപക്കിന്റെ ഫാമിലിക്ക് പറഞ്ഞിട്ടുണ്ട്. ജിജിൽ എന്ന് പറഞ്ഞ അവരുടെ ഒരു കസിൻ ബ്രദറിനോടാണ് സംസാരിച്ചത്. അച്ഛനോടും അമ്മയോടും സംസാരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അടുത്ത 2 ദിവസത്തിനകം ദീപക്കിന്റെ വീട്ടിൽ എത്തണമെന്നാണ് ആഗ്രഹം. ഇവിടെയാണ് നമ്മൾ ഈ വിഷയത്തെ ഒരു ബാലൻസ്ഡ് ആയ രീതിയിൽ കാണണം. ആ പെൺകുട്ടിയോട് പ്രതികാരമല്ല ആരും ചോദിക്കുന്നത്, പക്ഷെ ദീപക്കിനോട് നീതിയാണ്. പ്രതികാരം നീതിയല്ല. അതുകൊണ്ട് തന്നെ ദീപക്കിന് നീതി ആവശ്യമാണ്. ഈ പെൺകുട്ടി വീഡിയോ വഴി വ്യാജ പ്രചരണം നടത്തി വ്യാജ വീഡിയോയും വ്യാജ പരാതിയും ഉന്നയിച്ച് ദീപക്കിനെ യഥാർത്ഥത്തിൽ ആത്മഹത്യയിലേക്ക് തള്ളിവിടുകയായിരുന്നു. അതുകൊണ്ട് തന്നെ BNSന്റെ ആത്മഹത്യാ പ്രേരണ കുറ്റമടക്കം IT ആക്ട് അടക്കം എടുത്ത് ആ പെൺകുട്ടിക്കെതിരെ നടപടി വേണം. ഈ വിഷയത്തെ ഏറ്റവും വിഷമകരമെന്ന് പറയട്ടെ, ഈ വിഷയത്തെ രാഷ്ട്രീയവൽക്കരിക്കാനും വർഗീയവൽക്കരിക്കാനും പലരും ശ്രമിക്കുന്നുണ്ട്. നമ്മൾ അങ്ങനെ ഉള്ളവർക്ക് സ്പേസ് പോലും കൊടുക്കരുത്. കാര്യം അതല്ല വിഷയം. ഇത് യഥാർത്ഥത്തിൽ പല നാളുകളായി പറഞ്ഞിട്ടുള്ള പുരുഷന്മാർ അനുഭവിക്കുന്ന വേദനയുടെയും വിഷമത്തിന്റെയും കാര്യമാണ്. ഹാഷ്മി, ഒരു കാര്യം കൂടെ സൂചിപ്പിക്കാം. ഹാഷ്മിയുടെയും നമ്മുടെയും ചർച്ച തുടങ്ങിയതിനു ശേഷം 16 മിനിറ്റായി. ഈ നിമിഷത്തിനുള്ളിൽ ഇന്ത്യയിൽ ഏകദേശം 4 പുരുഷന്മാർ ഇന്ത്യയിലെ ഏതൊക്കെയോ ഭാഗങ്ങളിൽ ആത്മഹത്യ ചെയ്തു എന്നാണ് NCRB കണക്കുകൾ പറയുന്നത്. ഓരോ 4.5 മിനിറ്റിൽ ഒരു പുരുഷനും ഓരോ 11 മിനിറ്റിൽ ഒരു സ്ത്രീയുമാണ് ഇന്ത്യയിൽ ആത്മഹത്യ ചെയ്യുന്നത്. ഹാഷ്മിക്കും 24ന്റെ ടീമിനും ഒരു നന്ദി കൂടെ പറയുന്നു. ഒരുപക്ഷെ ആദ്യമായിട്ടായിരിക്കും കേരള മാധ്യമങ്ങളിൽ ഒരു പുരുഷ വിഷയം അല്ലെങ്കിൽ ഒരു പുരുഷൻ നേരിട്ട അനീതിയോ പുരുഷൻ നേരിട്ട മാനസിക പീഡനമോ വിഷയമാക്കുന്നത്. അതിന് ഹാഷ്മിക്കും ഹാഷ്മിയുടെ ടീമിനും വളരെയധികം നന്ദി. പലപ്പോഴും ഇത്തരം വിഷയങ്ങൾ സംസാരിക്കാൻ ആൾക്കാർക്ക് മടിയാണ്. ഞങ്ങൾ ആരും സ്ത്രീ വിരുദ്ധരല്ല. സ്ത്രീകൾക്ക് മുൻഗണനയും പരിഗണനയും വേണമെന്ന് വിശ്വസിക്കുന്ന വ്യക്തികളാണ്. എന്നാൽ അതോടൊപ്പം പുരുഷൻ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾക്ക് മെൻസ് കമ്മീഷൻ പോലുള്ള കാര്യങ്ങൾ വേണമെന്ന് വാദിക്കുന്നത് ഇത്തരം വിഷയങ്ങൾ ഉള്ളതുകൊണ്ടുകൂടിയാണ്. കാര്യം പുരുഷന് അത്താണിയില്ല, ആശ്രയമില്ല, ഒരു ആലംബമില്ലാത്ത അവസ്ഥയുണ്ടാകും. അതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഫെമിനിസ്റ്റുകളോട് ബഹുമാന പുരസ്സരം ചില വിഷയങ്ങളിൽ വിയോജിപ്പുണ്ട്. അവരോടും കൂടി ചേർന്ന് പ്രവർത്തിക്കാനും തയ്യാറാണ്. പുരുഷ കമ്മീഷൻ ശ്രീ എൽദോസ് MLA അവതരിപ്പിച്ച ബില്ല് നമ്മുടെ നിയമസഭയുടെ പരിഗണനയിലുണ്ട്. രാജ്യസഭയിൽ ഡോക്ടർ അശോക് കുമാർ മിത്തൽ എന്ന ആപ്പിന്റെ MP അവതരിപ്പിച്ച ബില്ല് അവിടെ ഓൾറെഡി അവതരിപ്പിച്ചു. നമ്മുടെ ഇവിടെ കോൺഗ്രസ് MLA ആയ എൽദോസ് കുന്നപ്പള്ളിയാണ് അവതരിപ്പിച്ചത്. ഇത്തരം ഘടനാപരമായ കാര്യങ്ങളും കൂടെ നോക്കണം. ഇല്ലെങ്കിൽ എനിക്ക് എല്ലാ ദിവസവും ഒരു 10-20 കോള് വരും. ഞാൻ ഏതെങ്കിലും അഡ്വക്കേറ്റിനെ സൈക്കോളജിസ്റ്റിനെ കണക്ട് ചെയ്യും. എല്ലാ ദിവസവും എനിക്കിത് ചെയ്യാൻ കഴിയില്ലോ. എനിക്ക് ഒരു ജീവിതവും കുട്ടികളും മറ്റുമുണ്ട്. ഒരു ഘടനാപരമായ സംവിധാനം വേണം. ഹാഷ്മി, ഒരു കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. ഞാനായിരുന്നു യുവജന കമ്മീഷന്റെ ആദ്യ സ്റ്റേറ്റ് കോർഡിനേറ്റർ. നമ്മുടെ സിന്ധു ജോയ് കോൺഗ്രസിലേക്ക് വന്നപ്പോൾ ഉമ്മൻചാണ്ടി സാറും മറ്റും ഉണ്ടാക്കിയ ഒരു കാര്യമാണ് ഈ യുവജന കമ്മീഷൻ. 2024 നരേന്ദ്രമോദി ഗവൺമെന്റ് ഇതേപോലെ യുവജന കമ്മീഷൻ നമ്മുടെ ദേശീയ തലത്തിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ഇതേപോലെ ഒരു പുരുഷ കമ്മീഷൻ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ നാട്ടിൽ ഉണ്ടെങ്കിൽ പുരുഷന്മാർക്കൊരു ആശ്രയം ഉണ്ടാകും, അത്താണി ഉണ്ടാകും. പലർക്കും ഇപ്പം തന്നെ ഒന്ന് ആലോചിച്ച് നോക്കുക, ആ പെൺകുട്ടി മാത്രമാണോ കുറ്റക്കാരി? യഥാർത്ഥത്തിൽ നമ്മൾ സമൂഹം കൂടി കുറ്റക്കാരാണ്. ദീപക്കിന് സമൂഹത്തിലുള്ള വിശ്വാസം, നാട്ടുകാരിലുള്ള വിശ്വാസം, സിസ്റ്റത്തിലുള്ള വിശ്വാസം കൂടി നഷ്ടപ്പെട്ടിട്ടാണ് അദ്ദേഹം ആത്മഹത്യ ചെയ്യുന്നത്. കോടതി പോയാലും നീതി സംവിധാനത്തിൽ പോരാടിയാലും മാധ്യമങ്ങൾക്ക് മുമ്പിൽ പോരാടിയും തനിക്ക് ജയിക്കാമെന്നൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നെങ്കിൽ ഒരുപക്ഷെ ദീപക് ഈ കടുംകൈ ചെയ്യില്ല. അവിടെയാണ് ഹോപ്പ്ലെസ് ആകുകയാണ്. ഒരു വ്യക്തി ആത്മഹത്യ ചെയ്യുന്നത് അവന് വിഷമമുള്ളതുകൊണ്ട് മാത്രമല്ല, അവന് പ്രതീക്ഷ ഇല്ലാത്തതുകൊണ്ടാണ്, പ്രത്യാശ ഇല്ലാത്തതുകൊണ്ടാണ്. തനിക്ക് നീതി കിട്ടുമെന്നും താൻ നിരപരാധിയാണെന്നും തെളിയിക്കാൻ അവന് കഴിയുമെന്ന വിശ്വാസമില്ലാത്തപ്പോഴാണ്. സുനീർ എന്ന് പറയുന്ന ഒരു പയ്യൻ തിരുവനന്തപുരത്ത് 2-3 മാസം ആത്മഹത്യ ചെയ്തു. സുനീറിന്റെ ഉമ്മയെ കൊണ്ട് ഞങ്ങൾ DGPയെ കാണാൻ പോയിരുന്നു. 29 വയസ്സാണ് ആ പയ്യന്റെ പ്രായം. ഭാര്യയുടെ വ്യാജ പരാതിയിലാണ്. ഇതുപോലെ ഒരുപാട് പരാതികളുണ്ട്. നമ്മുടെ നാട്ടിലെ പേര് പറയാൻ കഴിയാത്ത വളരെ മുതിർന്ന ഉദ്യോഗസ്ഥർ വരെ ഇത് അനുഭവിക്കുന്നുണ്ട്. വ്യക്തിപരമായി ഞാൻ അവരുടെ കാര്യം ഡീൽ ചെയ്യുന്നുണ്ട്.
ഇതിന്റെ എല്ലാം ഇവരുടെ നാണക്കേട്, ചമ്മൽ, സമൂഹത്തിൽ നിന്ന് നേരിടുന്ന അപമാനം, മാധ്യമങ്ങൾ എടുക്കുന്ന നിലപാട്, പൊതുസമൂഹം ഇവരെ എടുക്കുന്ന നിലപാട്, ഇതെല്ലാം കാരണം ഭാര്യ കൊടുക്കുന്ന ഇവർക്കെതിരെയുള്ള കള്ളപ്പരാതികൾ, സമൂഹം കൊടുക്കുന്ന കള്ളപ്പരാതികൾ, വ്യാജ പോക്സോ കേസുകൾ, അങ്ങനെ പുരുഷൻ ഒരുപാട് പ്രശ്നമുണ്ട്. അതിനർത്ഥം എല്ലാ കേസും തെറ്റാണെന്നൊന്നുമല്ല, ഒരുപാട് കേസുകൾ ശരിയാണ്. പക്ഷേ ഈ തെറ്റായ കേസുകൾക്ക് ഒരു മെക്കാനിസം വേണം, വ്യാജ പ്രചരണങ്ങൾക്കെതിരെ ഒരു മെക്കാനിസം വേണം. അതുകൊണ്ട് ഘടനാപരമായി മെൻസ് കമ്മീഷൻ അടക്കമുള്ള സ്ത്രീകൾക്ക് കൂടി പ്രാതിനിധ്യമുള്ള നല്ല സ്ത്രീ പ്രാതിനിധ്യമുണ്ട് മെൻസ് കമ്മീഷന്. ആ മെൻസ് കമ്മീഷൻ അടക്കമുള്ള കാര്യങ്ങളെ കുറിച്ചുകൂടി ചിന്തിക്കണം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.